ഇവിടെ 2.60 കൊടുത്തേക്ക്. ഇവിടെ 2.30. ഇവിടെ 4.50. ആ നിങ്ങളുടെ ബാക്കി ഇതുകൊണ്ട് മാറിയെടുത്തു. അല്ല അതിപ്പോ ഞാൻ ഇങ്ങനെയാണ് ഈ പഠനത്തിൽ കഴിയുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഒരക്കയുടെ മൂട്. ആദ്യം ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം, പിന്നെ വീണ്ടും അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയാ. സോറി. നല്ല ബലാ കുളിച്ചാതി എണ്ണൊക്കെ തേച്ച് കുളിച്ച് നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്താം. കാര്യം പറയുന്നതിന് മുമ്പ് ഇടി കൊടുക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുക. അമ്മായി താമസിക്കാൻ തെരഞ്ഞെടുത്ത പുതിയ സ്ഥലത്തെ പന്തിയല്ല. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ദിവസവും 4 നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ മുട്ടയും പാലും ഇല്ല അമ്മായി. ഈശ്വര. ഈശ്വരനെ അനുഗ്രഹിച്ച എല്ലാം ശരിയാവും. ഇവിടെ പട്ടണത്തിലെ അമ്മാവന്റെ കൂടെ കൂടണമെന്നാ എനിക്ക്. ഇത് ഗാന്ധിനഗറാണോ? ഇത് ഗാന്ധിനഗറല്ല, എന്റെ തോളാണ്. എങ്ങനെയുണ്ട്? എന്ത് ചെയ്യും? ഗാന്ധിനഗർ ഇറങ്ങേണ്ടവരിറങ്ങ. ഒന്ന് വേഗമാകട്ടെ. ബാക്കി കിട്ടാനുണ്ട്. എത്ര കിട്ടാളൂ? 3.70. 3.70. ഒരു 2.30. 4.50. ഇവിടെ 2.60. ഇവിടെ 2.60 കൊടുത്തേക്ക്. ഇവിടെ 2.30. ഇവിടെ 4.50. ആ നിങ്ങളുടെ ബാക്കി ഇതുകൊണ്ട് മാറിയെടുത്തു. അല്ല അതിപ്പോ ഞാൻ പോട്ടെ പോട്ടെ. സാറേ എന്റെ ചില്ലറയില്ല. അവിടെ നിന്ന് എങ്ങനെ മാറ്റി കൊടുക്കണോ? നിങ്ങളുടെ ചില്ലറ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ ചേട്ടാ, ഒരു 10 രൂപയ്ക്ക് ചില്ലറ തന്നെ. ചില്ലറയൊന്നുമില്ല. ഒരു പഴം തന്നെ. ഇതിലൂടെ ചില്ലറയൊന്നുമില്ല. ഒരു പഴം കൂടെ തന്നെ. ഇതിനും ചില്ലറയില്ലെന്ന് പറയരുത്, ബാക്കി കൊടുക്കാനാ. പഴം വേണോ? വേണ്ട. എത്ര കിട്ടാണല്ലേ? 2.60. 2.30. 2.30. 4.50. 4.50? ആ അതെങ്ങനെയാ ശരിയാവുന്നേ? അപ്പൊ എനിക്ക് വേണ്ടേ? അപ്പൊ പഴം വാങ്ങിച്ചതോ? പഴത്തിന് 1 രൂപയല്ലേ ഉള്ളൂ. അതൊന്നും എനിക്കറിയണ്ട. എനിക്കെന്നെ 4.50 കിട്ടണം. എടോ എനിക്ക് കിട്ടേണ്ട 3.70. പഴത്തിന് പോയത് കഴിഞ്ഞ് 2.70. തനിക്ക് തരാനുള്ള 4.50 ചേർത്ത് 7 രൂപ വേണ്ടേ? ഇതിപ്പോ 4.10 ഉള്ളൂ. ഇതൊന്നും എനിക്കറിയേണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കെന്നെ 4.50 കിട്ടണം. അപ്പൊ എന്റെ കാശ് പോട്ടെന്നോ? പിടിക്ക്. അപ്പൊ ബാക്കി 40 ഈ പഴം പിടിച്ചോ. എനിക്ക് വേണ്ട. വീട്ടിലാർക്കെങ്കിലും കൊണ്ടുകൊടും. ഇത്രേ ഉള്ളൂ. സ്വല്പമൊക്കെ ത്യാഗം സഹിക്കണം. ഇങ്ങനെയാണ് ഈ പഠനത്തിൽ കഴിയുന്ന കാര്യം ബുദ്ധിമുട്ടാണ്. അതൊക്കെ സാറിന്റെ ഇഷ്ടം. ഒരക്കയുടെ മൂട്. നോക്കൂ, ഈ ജോസ് ജി സ്ട്രീറ്റ് എവിടെയാ? സോറി, ഞാൻ ഈ നാട്ടുകാരനല്ല. വേറെ ആരോട് അന്വേഷിക്കും. പിന്നെ ആരും പിടിക്കില്ലല്ലോ. അത് ശരിയാ. നോക്കൂ, ഈ ജോസ് ജി സ്ട്രീറ്റ് എവിടെയാ? അയ്യോ അറിയില്ലല്ലോ. ശ്യാമേ, ഈ അഡ്രസ് എവിടെയാണെന്ന് അറിയാമോ? ബാലഗോപാലൻ നായർ, പത്മാവതി ഭവൻ, നമ്പർ 137, ജോസ് ജി സ്ട്രീറ്റ്, ഗാന്ധിനഗർ. അയ്യോ, ഇത് എന്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വീടാ. അയ്യോ അതെയോ? വളരെ നന്നായി. ആദ്യം ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം, പിന്നെ വീണ്ടും അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയാ. സോറി. പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ ഒരു ജംഗ്ഷൻ എത്തും. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞുതരും. വളരെ ഉപകാരം. കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2. ഞാൻ എന്റെ അമ്മാവന്റെ കൂടെ താമസിക്കാൻ പോവാ. അപ്പൊ നമുക്ക് ഇനി കാണാം. ഓ യെസ്, കാണാം. ആദ്യം ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം, പിന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാ, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ഒരു ജംഗ്ഷനിലെത്തും. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞുതരും. ചോദിക്കാൻ പറ്റിയ ഇങ്ങനെയാണോ വഴി പറഞ്ഞിരുന്നു? വഴി പറഞ്ഞോ? ആര്? അത് ശരി. പാവം, തലയ്ക്ക് നല്ല സുഖമില്ല. പറയിക്കരുത്. വാടി, വന്നിരിക്കുന്നു കൺട്രി ഫെലോ. കൺട്രി ഫെലോ? ഞാൻ ഈ പട്ടണം തന്നെ കഴിയാൻ പോണേ. നീ +2 ആണെങ്കിൽ ഞാൻ -2 എടുത്തോളാം. അച്ഛ ഒന്ന് വേഗം വാ. എടി ഞാനല്ലടി ലേറ്റ്, നിന്റെ അമ്മയാ സ്ഥിരം ലേറ്റ്. വേഗം വാങ്ങിയോട്ടെ. വാതിലും ജനലൊക്കെ ശരിക്കും പൂട്ടിയാരെ. പട്ടാപ്പകലും കള്ളന്മാരിറങ്ങുന്ന കാലവാ. വേഗം പുടികെ.
താക്കോലിഞ്ഞുണ്ടോ? താക്കോല് ഞാൻ വെച്ചു. താക്കോല് നീ കയ്യിൽ വെച്ചാൽ ശരിയാവൂ. ഇനി സർക്കിൾ വീട്ടിലില്ലെങ്കിൽ എനിക്കിങ്ങോട്ട് തിരിച്ചു വരേണ്ടതാണ്. അപ്പൊ നിങ്ങൾ വരാൻ താമസിച്ചാൽ ഞാൻ ഇവിടെ പുറത്ത് നിൽക്കണോ? ആ, നീ ഇവിടെ വന്നാ പിന്നെ കള്ളന്മാര് കയറുന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അപ്പഴേ തർക്കം വേണം മോളെ. നീ താക്കോൽ ആ ഫിഷ്ടാങ്കിന്റെ ചോട്ടിലോട്ട് വെച്ചരുത്. ആരാദ്യം വരുന്നതെന്ന് വെച്ചാൽ അവര് തുറന്നു നിർത്താൻ. കള്ളന്മാര് വല്ലവരും വന്ന് താക്കോൽ എടുത്താലോ? പിന്നെ ഇപ്പൊ ഫിഷ്ടാങ്ക് തുറന്നപ്പോ താക്കോൽ എടുക്കാൻ കള്ളന്മാർ ഇങ്ങോട്ട് വരികയല്ലേ? അയ്യോ, അംബിക പോയിട്ടുണ്ടാവും. അമ്പിക പോണെങ്കിൽ പോട്ടെ, രാധയുണ്ടല്ലോ. അച്ഛൻ ഞാൻ ബസിന്റെ കാര്യാ പറഞ്ഞത്. അത് തന്നെ ഞാനും പറഞ്ഞു. ചുമ്മാ ഇരുന്നേ 9:15 ആയിട്ട് അതിനകത്ത് വെള്ളം വെക്കാതെ പറയാം. ചണാ ഗുണ എന്ന് പറയാതെ. അച്ഛാ, രാജുവേട്ടനല്ലേ പോകുന്നത്? എവിടെ? രാജുവേട്ടാ, അതെ ആണല്ലോ. എടാ രാജു, രാജുവേട്ടാ, അമ്മായി ഏതാണ്ട് കാര്യമായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കയ്യിലൊരു ചുമടുണ്ടല്ലോ. അത് അവൻ തന്നെ 2 മിനിറ്റ് കൊണ്ട് തിന്ന് തീർത്തോളൂ. അമ്മാവൻ ഞാൻ കുറെ നേരമായിട്ട് നടക്കാം അമ്മാവന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ അഡ്രസ് കയ്യിലുണ്ടായിരുന്നില്ലേ? അതുണ്ടായിരുന്നു. പിന്നെ? നാട്ടുകാർ കൂടെ ഒന്ന് സഹകരിക്കണ്ടേ അമ്മാവാ? വഴി പറഞ്ഞു തരണ്ട. പക്ഷെ തെറ്റായിട്ടുള്ള വഴി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇനിയിപ്പോ സംശയിക്കാനൊന്നുമില്ല. ഇതിലെ നേരെ ആ ലൈനിലെ 2ാമത്തെ വീടാ പത്മാവതി ഭവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ വീടല്ലേ? ആ. അമ്മാവൻ കൂടി അതുവരെ ഒന്ന് വന്നേ. അയ്യോ, എനിക്കിപ്പോ സമയമില്ല. ഒരു സ്ഥലം വരെ പോകാനുണ്ട്. 2 ലക്ഷത്തിന്റെ കോളുണ്ട്. അമ്മാവന് ലോട്ടറി അടിച്ചോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, ലോട്ടറി അടിച്ചല്ല, LIC അണച്ചേർക്കാനാ. അയ്യേ അല്ല, അയ്യോന്ന്. ആ. അത് നാളത്തേക്കാക്കി കൂടെ? അത് പറ്റില്ല. എന്നാ നീ കൂടെ വാ. അയ്യോ, എനിക്കിന്ന് എക്സാമാ. എന്നാ എന്റെ പൊന്നു കുഞ്ഞിച്ചല്ലേ, നിനക്ക് നല്ല യാത്രാക്ഷീണം കാണും. ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, നല്ല ബലാ കുളിച്ചാതി എണ്ണൊക്കെ തേച്ച് കുളിച്ച് നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്താം. അയ്യോ അച്ഛപ്പ താക്കോല്. അതായത് എടാ, നിന്റെ അമ്മായി പത്മാവതി അവളുടെ ചേട്ടന്റെ വീട് വരെ പോയിരിക്കുക. അതുകൊണ്ട് നമ്മുടെ താക്കോല്ലേ വീടിന്റെ, അത് നമ്മുടെ ഫിഷ്ടാങ്കിന് ചോട്ടി വെച്ചിരിക്കുക. ഈശ്വര, ഇനി കുറെ കാലത്തേക്ക് എനിക്ക് ഉത്സവകാലമായി. ഈ അമ്മാവന്റെ ഓരോ മണ്ടത്തരം. എന്നാ പിന്നെ താക്കോൽ ടാങ്കിനകത്ത് വെച്ചൂടെ? പട്ടാപ്പകലും കള്ളന്മാരിറങ്ങി നടക്കുന്ന കാലമാ, സൂക്ഷിച്ചോ. അയ്യോ, രാജു വരുന്നു. ഇവനെന്റെ അനുഗ്രഹനാ. ആണോ? നീ എപ്പോ വന്നിരാ മോനെ? എല്ലാം വിശദമായിട്ട് പറയാം അമ്മായി. കാര്യം പറയുന്നതിന് മുമ്പ് ഇടി കൊടുക്കുന്ന ആൾക്കാർ ആദ്യമായിട്ട് കാണുക. അമ്മായി താമസിക്കാൻ തെരഞ്ഞെടുത്ത പുതിയ സ്ഥലത്തെ പന്തിയല്ല. നിങ്ങളെല്ലാവരും മൃഗങ്ങളാ? ഞാൻ കീഴിലത്തെ ഭാസ്കരനോട് നിന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് ജോലിയാണ് അമ്മാവാ? ടയർ കമ്പനിയല്ലേ, ടയർ എടുത്ത് കൊടുക്കുന്ന ജോലിയാ. അയ്യോ, ടയർ എടുത്ത് കൊടുക്കുന്ന ജോലി? വെറും 10ാം ക്ലാസ്സുകാരനായി നിനക്കൊക്കെ വേറെന്ത് ജോലി കിട്ടാനാ? ടയറെങ്കിൽ ടയർ. 3-4 ചപ്പാത്തി തുടങ്ങിയിട്ട് എടുത്ത അമ്മായി. അതാ സൗകര്യം. നീ നാളെ രാവിലെ തന്നെ ഭാസ്കരനെ ചെന്ന് കാണണം. 2 മാസത്തിനകം ജോലി ശരിയാക്കാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ടയർ കമ്പനിയിലെ പണിയെന്നൊക്കെ പറഞ്ഞത് നല്ല ആരോഗ്യമുള്ളവർക്കല്ലേ പറ്റൂ. ഇവനെ കൊണ്ടതൊക്കെ പറ്റുമോ? ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ദിവസവും 4 നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ മുട്ടയും പാലും ഇല്ല അമ്മായി? ഈശ്വര, രാജുവേട്ടൻ ജിമ്മിൽ ചേർന്നാ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും. വെരി കറക്റ്റ്. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഇനി ഉള്ള സത്യം പറയാലോ അമ്മായി, ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്. ഇത് മൈസൂർ പോവാണ്? അല്ലടാ, അത് ബാംഗ്ലൂർ പോവാൻ. കേറ്റിക്കോ.